ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും AR360 ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് സൗത്ത് ആഫ്രിക്കയുടെ മനോഹരമായ സ്ഥലങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ആ മനോഹാരിത കാണിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സാബി എന്ന ഒരു സ്ഥലത്താണ്. പുമലങ്ക എന്നുള്ള സ്ഥലത്തിൽ ഉള്ള ഒരു സ്ഥലമാണ് സാബി. വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. നോക്കുന്നിടത്തൊക്കെ പച്ചപ്പും മലകളും ആ മേഘങ്ങളൊക്കെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു ഭയങ്കര വെള്ളച്ചാട്ടമൊന്നുമില്ല, ഒരു അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത ഒരു വെള്ളച്ചാട്ടമുണ്ട് കാണാനായിട്ട്. ഒരു വെള്ളച്ചാട്ടത്തിന് ഇത്ര അടുത്ത് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പം നമുക്ക് അത് കാണാൻ പോകാം. അതിൻ്റെ പേരാണ് ലോങ് ക്രീക്ക് വെള്ളച്ചാട്ടം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ ഇതുപോലുള്ള അടിപൊളി കാഴ്ചകൾ കാണിക്കുന്ന AR360 എന്ന് പറഞ്ഞ ചാനലാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം കാണാൻ പോവാം. അമ്മ ഭയങ്കര ഫുൾ ജാടല്ല, ഭയങ്കര ചൂടാ. അയ്യേ, ഞാൻ ഏറ്റവും വലിയ വാട്ടർഫോളാ, വലിയ ഇവിടെ കുറെ ആൾക്കാർ വന്നിട്ട് വഴിയിലൊക്കെ കാറൊക്കെ നിർത്തി പാർക്ക് ചെയ്തിട്ടിരിക്കും. ഈ വഴിയിൽ തന്നെയാണ് പാർക്കിംഗ് ഒക്കെ, സൈഡിൽ തന്നെ. കുറേ കാറൊന്നും ഇവിടെ അങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പോൾ തോന്നുന്നു. പിന്നെ ഈ സൈഡിലായിട്ട് തന്നെ കുറേ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളുണ്ട് വിൽക്കാനായിട്ട്. ഇവിടുത്തെ ചെടികൾ, പിന്നെ ഇവരുണ്ടാക്കിയ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ. ഇതെന്തായാലും ഞാൻ ഫോൾസ് കഴിഞ്ഞിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ഓ അമ്മ ഭംഗിയുള്ള പ്ലേറ്റ് അല്ലേ. അത് തിരിച്ചു വന്നിട്ട് നമുക്ക് മരത്തിന്റെ ഇതെല്ലാം മരത്തിന്റെ ഉണ്ടാക്കണ നല്ല ഭംഗിയിൽ കൊറേ ഉണ്ട് നല്ല ഭംഗിയുള്ളത്. ലാസ്റ്റ് ടൈം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വന്നപ്പോ ഇവിടുന്ന് മേടിച്ചു എന്ന് പറഞ്ഞു. എൻ്റെ ഉണ്ട്. ഇതാ അമ്മ അമ്മയുടെ തുണി തോറിട്ട സംഭവങ്ങള്. ഇത് കണ്ടിട്ട് എൻ്റെ അമ്മ പറയാണേ, പാവങ്ങള് കുറെ തുണിയൊക്കെ തോറിട്ടിട്ടുണ്ട്. ആക്ച്വലി ഇത് ബെഡ്ഷീറ്റാണ് വിൽക്കാനുള്ളത്. അപ്പോൾ ഈ നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ലോങ് ക്രീക്ക് ഫോൾസിലെത്തി. ഓൾമോസ്റ്റ് ലൈക്ക് 200 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ എത്തിയത്. പറഞ്ഞ വഴിക്ക് ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇത്ര നല്ല മലയൊക്കെ ഉള്ള കാരണം ഭയങ്കര ഒരു തണുത്ത ക്ലൈമറ്റാണ് ഇവിടെ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഫോൾസ് കാണാം. നല്ല തണുപ്പാണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയതാന്ന് പറയാം. അപ്പം എനിക്ക് പറയാനുള്ളത്, അതിരപ്പുള്ളിയൊക്കെ പോകുമ്പോൾ വഴി ഒക്കെ ഇതുപോലെ ആയിരിക്കും. നല്ല ഒരു തണുപ്പ് വന്നു. പിന്നെ നല്ല സൗണ്ടൊക്കെ കേൾക്കാനുണ്ട്. ഈ മറ്റേ ചീവീടുകളുടെ ഒക്കെ. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇവിടെ അങ്ങ് നിൽക്കാൻ തോന്നും. അത്ര രസമാണ്. ഒരു സൈലന്റ് വാലി റിവർ പോലത്തെ ഒരു റിവർ കണ്ടോ, ഒരു അരുവിയാണ് കുഞ്ഞിത്. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ചിലർ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഒരു മരത്തിന്റെ വള്ളിമൊക്കെ ഇരുന്നിട്ട് നമുക്ക് എടുക്കാം. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. അവരിങ്ങനെ പറയും നമ്മളെപ്പോഴും ചെയ്യണമെന്ന്. നാം തിരിച്ചു വരുമ്പോൾ നോക്കാം. നല്ല ബലമുണ്ടോ ഇതിനൊക്കെ. ലോങ് ക്രീക്ക് ഫോൾസ് എന്ന് പറഞ്ഞൊരു വലിയ നീളൻ വെടവിലുള്ള ഫോൾസ്, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അർത്ഥം. ഇവിടെ വരുമ്പോണ്ടല്ലോ നമ്മുടെ മറ്റേ മൂവിയില്ലേ, പേര് മറന്നു, ഐശ്വര്യ റോയുടെ മൂവി. അതിൽ ഒരു നല്ലൊരു സീനൊക്കെ ഇല്ലേ, നല്ല ഭഗവാനെ
ഇതുവാ നല്ല ഇങ്ങനെ ചാറ്റലുണ്ട്, നന്നായി ചാറ്റിക്കൊണ്ടിരിക്കുക. ഭയങ്കര ഭംഗിയാട്ടോ ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട്. നമ്മളിത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നത് നമുക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു പ്രകൃതിയോട് സ്നേഹം. ലോങ് ക്രീക്ക് വെള്ളച്ചാട്ടം. എന്ത് രസമല്ലേ വെള്ളച്ചാട്ടം കാണാൻ. വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. ഇത്ര അടുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ഇരുന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ എന്തൊരു തണുപ്പും ഇതിൻ്റെ ഒരു തൂളൽ നമ്മുടെ മേത്ത് വീഴുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. ഒന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് സന്തോഷമുണ്ട്. നല്ല ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി കാണണം. അപ്പോൾ ഇവിടെ താപിയിലെ ലോങ് ക്രീക്ക് വെള്ളച്ചാട്ടമാണിത്. കണ്ടോ? ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വ്യൂ പോയിന്റ് നോക്കട്ടെ. നല്ല രസമുണ്ട്. എനിക്കങ്ങനെ ഇവിടെ കുളിക്കാൻ പറ്റും തോന്നണല്ലേ? കുളിക്കാൻ തോന്നണം, പക്ഷെ ആരും കുളിക്കുന്നില്ല. കുഞ്ഞു കുട്ടികൾ മാത്രം ഇവിടെ കുളിക്കണ കണ്ടത്. പക്ഷെ കുളിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്, അത്ര ഡേഞ്ചർ അല്ല. അതോ ഇവിടെ ഇവരൊരു ഫോട്ടോ എടുക്കുന്ന സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം. എങ്ങനെയുണ്ട് ലോങ് ക്രീക്ക് വെള്ളച്ചാട്ടം? അടിപൊളിയാണോ? നമ്മളിവിടെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ വന്നിട്ടുണ്ട്, ഓർമ്മയില്ല. നല്ല രസം. ഇതിന്റെ സ്റ്റോൺസ് ഒക്കെ കണ്ടോ? ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ സ്റ്റോൺസ് ഒക്കെ ഇങ്ങനൊരു ഫോർമേഷൻ ആയിട്ട് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നാച്ചുറലായിട്ടുള്ള പാറമട അതൊന്നും വിചാരിക്കണം നമുക്കറിയില്ല. ലോങ് ക്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കടവ് വന്ന ഇതെന്ന് അർത്ഥം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. ഏകദേശം എത്ര ഹൈറ്റ് ഉണ്ടാവും? 100 മീറ്റർ അല്ലേ? ഏകദേശം ഒരു 100 മീറ്റർ ഹൈറ്റ് ഉള്ള വാട്ടർഫോൾസ് ആണ്. പക്ഷെ അധികം വെള്ളമില്ല, നേരത്തെയാണ്. മീൻസ് അത്ര കുറേ വെള്ളമല്ല, എന്നാൽ അത്യാവശ്യത്തിന് വെള്ളമുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഈ ടൗണിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ട്. സമ്മർ ആയതുകൊണ്ട് നമുക്കിത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഇപ്പോൾ നല്ല ചൂടുണ്ട്, ഞാനൊക്കെ വേർക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് വന്നിട്ട് ഈ ലോങ് ക്രീക്ക് ഫാൾസ് കാണണം. പറ്റുകയാണെങ്കിൽ ഒരു ഡിപ്പ് എടുക്കണതിൽ. ഇവിടെ കുറച്ച് ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഷോപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം. പക്ഷേ
എൻ്റെ ഹസ്ബൻഡ് ഞാൻ നോക്കുന്നത് തീരെ താല്പര്യമില്ല. കാരണം ഞാൻ എന്തെങ്കിലും മേടിച്ച് അല്ലെങ്കിൽ തന്നെ നന്നായി മേടിക്കുന്ന ആളായതുകൊണ്ട് പേടിച്ചാലൊന്ന് പേടിച്ചിട്ട്. പക്ഷെ നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ? കുറേ വുഡിൻ്റെ ഉണ്ട്. Is this made out of wood? Yeah. Wow. Who's making you? Wood on. So is this African handicrafts? Yeah. Wow. Nice. See? ഇതൊക്കെ ആഫ്രിക്കൻ പടംവരയും ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് കേട്ടോ. കുറേ ബീഡ്സിൻ്റെ ഒക്കെ മാല കാണാനുണ്ട്. ഇത് ലോങ് ക്രീക്ക് ഫോൾസിൻ്റെ അടുത്തുള്ള ഇതാണ്. നമുക്ക് നല്ല ബീഡഡ് മാലകളൊക്കെ ഉണ്ട് കണ്ടോ. കൈമിടുന്ന ഹാൻഡ് ബ്രേസ്ലെറ്റായിട്ട്. അടിപൊളി. പിന്നെ നമുക്ക് ഇതൊക്കെ പ്യുവർ വുഡ് കൊണ്ട് ഉണ്ടാക്കിയ മൃഗങ്ങളുടെയാണ്. വളരെ നല്ലത്. ഞാൻ മുന്നും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഹുക്സ് നമുക്ക് ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടോ, വീട്ടിൽ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ തരത്തിലുള്ള പ്ലേറ്റ്സാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇവർ അത്രയധികം കാശുമില്ല കേട്ടോ. ഒരു നല്ലൊരു പ്രൈസിന് തന്നെയാണ് ഇതൊക്കെ തരുന്നത്. നല്ല ഭംഗിയുണ്ട്. കണ്ടോ ആന, ജിറാഫ് കണ്ടോ. ജിറാഫ്, ഈ ജിറാഫിനെ ഇഷ്ടമായി. പിന്നെ ആ പ്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് പിന്നെ കുഞ്ഞു പ്ലേറ്റ്സും ഉണ്ട്, ചെറുത്. പിന്നെ ടോർട്ടോയ്സ്, ഈ കുട്ടികളുടെ മാല, കുരിശ്, ഇതൊക്കെ ഉണ്ട്. നമുക്ക് ആഫ്രിക്കൻ്റെ ഒരു ബ്രേസ്ലെറ്റ് കണ്ടോ. ആഫ്രിക്കൻ സിമ്പിളുള്ള മാപ്പാണ് അതുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ ഉത്സവത്തിൽ കിട്ടുന്ന പോലത്തെ വളയൊക്കെ ഉണ്ട്. പിന്നെ ഈ പെയിൻറ്റിങ്സൊക്കെ കാണാം. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടാക്കുന്ന പെയിൻറ്റിങ്സ്. ഇതൊക്കെ എങ്ങനെയുണ്ട്? എത്ര വില പറയണവര്? 30 രൂപ. ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോ മേടിച്ചായിരുന്നു. 30 രൂപ. കമ്മലാണത്? അയ്യോ എനിക്ക് വേണം. ഈ മാല നോക്ക്. ഇത് കൊള്ളാട്ടാ. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടാ. വലുതാക്കാൻ പറ്റുമോ? ഇത് വേണോ റെഡ് ആണോ? ഏതാ അമ്മ നല്ലത്? റെഡ് എനിക്കിഷ്ടം. രണ്ട് സൈഡിലായിട്ട് 2 കളർ വെച്ചിട്ട് നോക്കും. ആ ശരി ശരി. ഒരു മിനിറ്റ്. ഇതാ ഏതാ ഭംഗി? ഏതാണ് ഏറ്റവും കൂടുതൽ ഭംഗി? ഞാൻ ഈ 2 കമ്മല മേടിക്കാൻ പോവാ. ഇതും കൊള്ളാം. ഇതും പിന്നെ ഇതും. ഇവര് പറയുന്നത് 30 രൂപ ഒരു കമ്മലിന്. 30 രൂപ ഒരു കമ്മലിന് നമുക്ക് നോക്കാം വില കുറയ്ക്കാം. This one is 150. 150. അങ്ങനെ ലോങ് ക്രീക്ക് ഫോൾസ് കണ്ടിട്ട് നമ്മളിതേ സാബിയല്ല ലോങ് ക്രീക്ക് ഫോൾസിനോട് ബായ് പറഞ്ഞ് പോവാണ്. വളരെ നല്ലൊരു ഫോൾസാണ്. അപ്പോൾ ഇവിടെ സാബിയിൽ നിങ്ങൾ വരികയാണ് ചെയ്യുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ പുമലങ്ക എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് സാബിയിൽ നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ലോങ് ക്രീക്ക് ഫോൾസ് കാണാൻ വരണം. ഇവിടെ വേറെ കുറേ ഫോൾസ് ഉണ്ട്. എന്തായാലും നമുക്ക് സമയമില്ലാത്ത കാരണം നമ്മൾ ഇപ്പോൾ ഈ ലോങ് ക്രീക്ക് ഫോൾസ് കണ്ടിട്ട് പോവുക. അപ്പം നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ലോങ് ക്രീക്ക് ഫോൾസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും വരും. ഇത് നിങ്ങളുടെ ഐശ്വര്യ രാം, സൈനിങ് ഓഫ് ഫ്രം AR360.
അപ്പോൾ നമ്മൾ ആക്ച്വലി പോത്ത് ഹോൾസ്, ബൊർക്കീസ് പോത്ത് ഹോൾസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനിരുന്ന, പക്ഷെ ഭയങ്കര കോടമഞ്ഞാണ്, ആ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ വേറൊരു അടിപൊളി കാഴ്ചയായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ, ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ.